എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എല്ലാവർക്കും ക്ലിയർ സ്കിന്നായിരിക്കാനും ഇഷ്ടമാണ്. എന്നാൽ രാവിലെ തന്നെ പുതിയൊരു മുഖക്കുരു വരുന്നത് കാണുമ്പോൾ സങ്കടവും ദേഷ്യവും വരാത്തവർ കുറവായിരിക്കും. ഇത് മാറാൻ വില കൂടിയ ക്രീമുകളും ഫേസ് വാഷുകളും വാങ്ങി മടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, യഥാർത്ഥ മാറ്റം വരേണ്ടത് പുറമേ നിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ചർമ്മവുമായി നേരിട്ട് ബന്ധമുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ കഴിക്കേണ്ടത്? എങ്ങനെയാണ് ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത്? ഇതിനായി ഒരു ഡയറ്റീഷ്യനെ കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാം. ഇതിന് നമ്മളെ സഹായിക്കുന്നത് AI ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും, AI ഇതൊക്കെ സെറ്റ് ചെയ്തു തരുമോ? ഇനി മനസ്സിലുള്ളത് എങ്ങനെ AIക്ക് പറഞ്ഞു കൊടുക്കും? എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഏത് ഭാഷയാണോ കംഫർട്ടബിൾ ആ ഭാഷ തിരഞ്ഞെടുക്കാം. ഇനി ഏത് AI പ്ലാറ്റ്ഫോമാണ് ഇതിനായി തിരഞ്ഞെടുക്കുക എന്ന സംശയമുണ്ടാകും. ഇതിനായി നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഗൂഗിൾ ജെമിനി അല്ലെ ChatGPT ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഒരു പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് അതിൽ കൊടുത്താൽ മതി. ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന പ്രോംപ്റ്റ് എൻ്റെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നൽകാം. ഞാൻ മുഖക്കുരു കാരണം കുറെ നാളായി ബുദ്ധിമുട്ടുകയാണ്. മുഖത്തെ അമിത എണ്ണമയം കുറയ്ക്കാനും മുഖക്കുരു വരുന്നത് തടയാനും സഹായിക്കുന്ന ഒരു നാടൻ കേരള ഡയറ്റ് പ്ലാൻ എനിക്ക് തയ്യാറാക്കി തരുമോ? രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ഭക്ഷണക്രമം ഇതിലുണ്ടാകണം. നമ്മുടെ നാട്ടിൽ എളുപ്പം കിട്ടുന്ന സാധനങ്ങൾ മാത്രമായിരിക്കണം ഇതിൽ ഉൾപ്പെടുത്തേണ്ടുന്നത്. ശരീരത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കണം. ഒപ്പം പൂർണ്ണമായും ഒഴിവാക്കേണ്ടുന്ന ഭക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റും കൂടി നൽകുക. ഇതാണ് എൻ്റെ പ്രോംപ്റ്റ്. ഞാനിത് സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു ഡയറ്റ് പ്ലാൻ കിട്ടി. നമുക്കത് എന്താന്ന് കൂടെ നോക്കാം. മുഖക്കുരു മുഖത്തെ എണ്ണമയവും കുറയ്ക്കാൻ ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റയുടൻ നമ്മൾ കഴിക്കേണ്ടുന്നത് എന്താണെന്ന് ആദ്യമേ നോക്കാം. രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുള്ള ജീരക വെള്ളമോ കരിങ്ങാലി വെള്ളമോ കുടിക്കുക. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. ഇടയ്ക്ക് വേണമെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കാം. വിറ്റാമിൻ C ധാരാളമുള്ള നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ മധുരം ചേർക്കരുതെന്നാണ് AI എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രഭാത ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം. ഇവിടെ എനിക്ക് 2 ഓപ്ഷനാണ് ജെമിനി തന്നിട്ടുള്ളത്. ഓപ്ഷൻ ഒന്നാമത്തത് എണ്ണ കുറച്ച് ചേർത്ത ആവിയിൽ വേവിച്ച പലഹാരങ്ങളാണ്. അതായത് ഇഡ്ലി, പുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം പോലെയുള്ളവ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ കടലക്കറിയോ ചെറുപയർ കറിയോ കഴിക്കാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ ഓട്സ് കാച്ചിയതാണ്. പാലിന് പകരം വെള്ളത്തിലോ തേങ്ങാപ്പാലിലോ തയ്യാറാക്കി കഴിക്കുന്നതാണ് നല്ലതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ അല്പം പഴങ്ങളും കഴിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിൽ പാലിന്റെയും പഞ്ചസാരയുടെയും അളവ് പരിമിതപ്പെടുത്താനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രീൻ ടീ ശീലമാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് മുമ്പ് എന്ത് കഴിക്കാമെന്ന് നോക്കാം. കാരണം ഞാൻ ബ്രേക്ക് ടൈമിൽ സ്നാക്സ് കഴിക്കാറുണ്ട്. അപ്പം അതിനായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് കരിക്കും വെള്ളമാണ്. ചർമ്മത്തിന് ഏറ്റവും മികച്ച ഒന്നാണിത്. ഇത് ശരീരത്തെ തണുപ്പിക്കാനും എണ്ണമയം കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാത്രം പഴങ്ങൾ കഴിക്കാം. അതിൽ പപ്പായ, തണ്ണിമത്തൻ, ഓറഞ്ച് എന്നിവ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് മുഖക്കുരു കുറയ്ക്കാൻ മികച്ചതാണെന്നാണ് ജെമിനി പറഞ്ഞിരിക്കുന്നത്. ഇനി ഉച്ചഭക്ഷണം എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം. അതിനായി പറഞ്ഞിട്ടുള്ളത് തവിടുള്ള കുത്തരിച്ചോറാണ്. ഒരു ചെറിയ ബൗൾ ചോറ് കഴിക്കാം. അളവ് പരിമിതപ്പെടുത്തി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒപ്പം കഴിക്കേണ്ടുന്ന കറികൾ മോരുകറി അല്ലെങ്കിൽ പരിപ്പ് കറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോരൻ, മെഴുക്കുവരട്ടിയായി ചീര, പടവലങ്ങ, വെള്ളരിക്ക, കോവയ്ക്ക അല്ലെങ്കിൽ പയറ് തോരൻ എന്നിവ കഴിക്കാമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എണ്ണ വളരെ കുറച്ചു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി മീൻകറി കഴിക്കാം. അതായത് മീൻകറി മാത്രം. വറുത്ത മീന് പൂർണ്ണമായും ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ചർമ്മത്തിൽ ആവശ്യമായ omega-3 ഫാറ്റി ആസിഡ് മീൻകറിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇനി വൈകുന്നേരത്തെ സ്നാക്സിന് എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം. ഗ്രീൻ ടീ അല്ലെങ്കിൽ സുലൈമാനി കുടിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മധുരമില്ലാതെ കുടിക്കുന്നത് നല്ലതാണെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ലഘുഭക്ഷണമായി പുഴുങ്ങിയ ചെറുപയർ, നിലക്കടല എന്നിവ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് നിലക്കടല അധികം കഴിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ വേവിച്ച നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. വറുത്ത പലഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇനി രാത്രിയിലെ ഭക്ഷണം എന്താണെന്ന് നോക്കാം. രാത്രി കനം കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതാണ് ചർമ്മത്തിനും ആരോഗ്യത്തിനും നല്ലതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്.
അവിടെയും എനിക്ക് 2 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ ഗോതമ്പ് ചപ്പാത്തി കഴിക്കാമെന്നാണ്. എന്നാൽ അതിനകത്ത് എണ്ണ ചേർക്കാൻ പാടില്ല. കൂടെ വെജിറ്റബിൾ കുറുമ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ എന്നിവ കഴിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിലും എണ്ണ കുറച്ച് മാത്രം പാചകം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓപ്ഷൻ 2 ചെറുപയറ് കഞ്ഞി അല്ലെങ്കിൽ ഗോതമ്പ് കഞ്ഞി എന്നിവയാണ്. ഇതിന്റെ കൂടെ ചമ്മന്തിയും പയറ് മെഴുക്കുവരട്ടിയും കഴിക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് വെച്ചിട്ടാണ് എനിക്ക് ഈ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് തന്നത്. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് അലർജിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുന്നില്ലെന്ന്. ഈ ഡയറ്റ് പ്ലാൻ എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടാക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഡയറ്റ് പ്ലാൻ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആണോ എന്ന് നോക്കിയിട്ട് വേണം ട്രൈ ചെയ്ത് തുടങ്ങാൻ. ഇനി ഡയറ്റ് പ്ലാനിനോടൊപ്പം എനിക്ക് എക്സ്ട്രാ ടിപ്സ് കൂടെ ജെമിനി തന്നിട്ടുണ്ട്. അതുകൂടെ നോക്കാം. ഒന്നാമത്തത് ധാരാളം വെള്ളം കുടിക്കുക എന്നാണ്. ദിവസവും കുറഞ്ഞത് 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇത് ചർമ്മത്തിലെ അഴുക്കുകൾ പുറന്തള്ളാൻ സഹായിക്കും. അടുത്തത് ഫേസ് പാക്ക് ആണ്. ആഴ്ചയിൽ 2 തവണ കുറച്ച് കസ്തൂരി മഞ്ഞളും വേപ്പിലയും അരച്ചത് ചേർത്ത് മുഖത്തിടുന്നത് എണ്ണമയവും മുഖക്കുരുവും കുറയ്ക്കാൻ സഹായിക്കും. എനിക്ക് കസ്തൂരി മഞ്ഞളും വേപ്പിലയും അലർജി ഇല്ലാത്തത് കൊണ്ട് ഇത് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പാക്കുകൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ സുഖകരമായ ഉറക്കം ചർമ്മത്തിന്റെ തിളക്കവും മുഖക്കുരുവും കുറയ്ക്കാൻ സഹായിക്കുമെന്നും പറയുന്നുണ്ട്. ഡയറ്റ് പ്ലാനും കിട്ടി, എക്സ്ട്രാ ടിപ്പും കിട്ടി. പക്ഷെ എങ്ങനെയാണ് മുഖം വൃത്തിയാക്കേണ്ടത് എന്ന സംശയം എനിക്കുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് ചോദിച്ചാലോ? ഇതിനായി ഞാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഇതാണ്. എന്റെ എണ്ണമയമുള്ള സ്കിന്നാണ്. അപ്പോൾ മുഖം വൃത്തിയാക്കേണ്ടുന്നത് എങ്ങനെയാണ്? എത്ര പ്രാവശ്യം മുഖം കഴുകുന്നത് നല്ലതായിരിക്കും? ഇതാണ് എന്റെ പ്രോംപ്റ്റ്. ഇതിനും നല്ല ടിപ്പ് തന്നെയാണ് AI നൽകിയിരിക്കുന്നത്. എണ്ണമയമുള്ള ചർമ്മമുള്ളവർ രാവിലെയും രാത്രി കിടക്കുന്നതിന് മുൻപും നിർബന്ധമായും ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകണം. മുഖത്ത് എണ്ണമയം കാണുമ്പോൾ ഇടയ്ക്കിടെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നത് നല്ലതല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ചർമ്മം വരളുകയും അത് പരിഹരിക്കാൻ ശരീരം കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇത് മുഖക്കുരു കൂടാൻ കാരണമാകും. യാത്ര കഴിഞ്ഞു വരുമ്പോഴോ അമിതമായി വിയർക്കുമ്പോഴോ സാധാരണ പച്ചവെള്ളത്തിൽ മാത്രം മുഖം കഴുകാം. ഒപ്പം ഒരു ടിഷ്യൂ പേപ്പറോ വൃത്തിയുള്ള ടവലോ ഉപയോഗിച്ച് മുഖം തുടയ്ക്കാമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കെമിക്കലുകൾ കുറഞ്ഞ സോപ്പ് അടങ്ങിയിട്ടില്ലാത്ത ഫേസ് വാഷുകൾ ഉപയോഗിക്കാനാണ് AI എന്നോട് പറഞ്ഞിരിക്കുന്നത്. സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ അടങ്ങിയ ഫേസ് വാഷുകൾ എണ്ണമയമുള്ള ചർമ്മത്തിന് ഏറ്റവും മികച്ചതാണ്. ഇത് സുഷിരങ്ങളിലെ അഴുക്കുകൾ നീക്കി മുഖക്കുരു തടയും. കറ്റാർവാഴയോ വേപ്പിലയോ എന്നിവ അടങ്ങിയ ഫേസ് വാഷുകളും ഉപയോഗിക്കാമെന്നും AI നിർദ്ദേശിക്കുന്നുണ്ട്. മുഖം കഴുകാൻ ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് സുഷിരങ്ങൾ തുറക്കാനും എണ്ണമയം എളുപ്പം മാറ്റാനും സഹായിക്കും. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാമെന്നും എന്നോട് പറയുന്നുണ്ട്. ഇനി മുഖം കഴുകുമ്പോൾ കട്ടിയിൽ തിരുമുകയോ ഉരയ്ക്കുകയോ ചെയ്യരുത്. വിരലുകൾ കൊണ്ട് മൃദുവായി വട്ടത്തിൽ മസാജ് ചെയ്യുക. മുഖം തുടയ്ക്കാൻ എപ്പോഴും പ്രത്യേകം വൃത്തിയുള്ള മൃദുവായ ടവൽ ഉപയോഗിക്കുക. ടവൽ കൊണ്ട് മുഖം അമർത്തി തുടയ്ക്കാതെ മൃദുവായി ഒപ്പിയെടുക്കുക. എണ്ണമയമുള്ള ചർമ്മമാണെങ്കിലും മുഖം കഴുകിയ ശേഷം മോയ്സ്ചറൈസർ പുരട്ടണമെന്നും പറയുന്നുണ്ട്. ജെൽ രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയതോ ആയ ലൈറ്റ് മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്നാണ് ജെമിനി പറയുന്നത്. കണ്ടോ, എത്ര അടിപൊളിയായിട്ടാണ് AI എന്റെ സംശയത്തിന് മറുപടി നൽകിയത്. ഇതുപോലെ നിങ്ങൾക്കും AIയോട് ചോദിച്ച് നല്ല ടിപ്പുകൾ നേടാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. മുകളിൽ ഞാൻ കൊടുത്തത് എന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ളതാണ്. അതുപോലെ എനിക്ക് ഭക്ഷണത്തിലോ AI തന്ന പ്രൊഡക്റ്റുകളിലോ അലർജിയില്ല. എന്നാൽ നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യാവസ്ഥ നോക്കി കൊടുക്കണം. അതുപോലെ ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് ഉറപ്പാക്കണം. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.